സജോ ദേവസ്യ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളൊക്കെ വ്യക്തമാക്കുകയാണ്. പ്രാദേശിക നേതാക്കൾ വ്യക്തമാക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ അറിയാവുന്ന ബന്ധം കൂടിയാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രി പ്രതിരോധിക്കുക? ഈ ഹുസൈന്റെ ബന്ധം, ഹുസൈന്റെ നിത്യ സന്ദർശനങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പരിപാടികളിൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പരിപാടികളിലൊക്കെ ഹുസൈൻ ഭാഗമാക്കായിരുന്നത് തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. സജോ, മാധു, കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വെങ്ങോല പഞ്ചായത്തിലെ പൂമല വാർഡിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല വഹിച്ചിരുന്നത് ഹുസൈനും സുഹൃത്തുക്കളുമാണ് എന്ന കാര്യം വ്യക്തമാക്കുന്ന തെളിവുകളാണ് പ്രതിപക്ഷം പുറത്തുവിടുന്നത്. ആ വാർഡിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രധാനികളായി ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് സംഘടനാ ചുമതല നൽകി നിയോഗിച്ചവരാണ് അവർ. എന്ന് വെച്ചാൽ സാധാരണ അംഗങ്ങൾ മാത്രമല്ല, അവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക മുഖമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഹുസൈൻ. ഇതിനു മുൻപ് നമ്മൾ പരിശോധിച്ചാൽ കാണാം, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ നിത്യസന്ദർശകനാണ്. ഹുസൈന്റെ വീട്ടിലേക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വീട്ടിലേക്ക് ഔദ്യോഗിക വാഹനത്തിൽ വന്ന് ഹുസൈന്റെ വീട് സന്ദർശിച്ചു മടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇടതുമുന്നണി അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം, അവിടെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന പല സീനിയർ കോൺഗ്രസ് ലീഡേഴ്സും ഉണ്ട്. അവരുടെയൊന്നും വീടുകളിൽ സന്ദർശനം നടത്താതെ നേരെ ഹുസൈന്റെ വീട്ടിലേക്ക് സന്ദർശനം നടത്തി നേരെ മടങ്ങണമെങ്കിൽ അത്രയും അടുപ്പമുണ്ടാകണം. ആ അടുപ്പത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കണം മുഖ്യമന്ത്രി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. അപ്പോൾ അവിടെ ആ തിരഞ്ഞെടുപ്പ് കാലത്തെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പ്രചാരണ രംഗത്ത്, അതായത് വീട് കയറിയുള്ള പ്രചാരണം, ക്യാമ്പയിൻ അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതുകൂടാതെ പുതുയുഗ യാത്രയിലും ഈ മേഖലയിൽ പ്രാദേശികമായി വളരെ സജീവമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഹുസൈനും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്നതാണ്. എന്നുവെച്ചാൽ ഒരു സാധാരണ അംഗമോ ഒരു പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളോ എന്ന നിലയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട പ്രാദേശിക ചുമതലകൾ വഹിച്ചിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹമുള്ള പൊതുജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന ഇടങ്ങളിൽ മാത്രമല്ല, സ്വകാര്യ ഇടങ്ങളിലേക്കും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമായിരുന്ന ആളാണ് ഇയാൾ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനമായി വരുന്നത്. അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ്. സാധാരണഗതിയിൽ ഒരു സ്വകാര്യ സ്ഥലത്തേക്ക് സാധാരണ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ ഒക്കെ എത്തുമ്പോൾ അവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഇടങ്ങളിലല്ലാതെ സ്വകാര്യമായ ഇടങ്ങളിലും സന്ദർശനം, ആക്സസ് ഉണ്ടായിരുന്ന ആളാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യം ഇയാൾക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ അത്രയും വലിയ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന വിമർശനമാണ്. അപ്പോൾ അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഉണ്ട് എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിമർശനമായി ഉയർത്തുന്നത്. അതുകൂടാതെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ, അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ദേശത്തെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ MLA ഓഫീസ് പറവൂരിൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ഇടങ്ങളിലെല്ലാം എപ്പോഴും ആക്സസ് ലഭ്യമാകുന്നുണ്ട്. ഇതുകൂടാതെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നയാൾ സ്വയം സമൂഹ മാധ്യമങ്ങളിൽ ഈ കാലങ്ങളിലുടനീളം അവകാശപ്പെട്ടിരുന്നു. ഒരിക്കൽ പോലും അതിനെ നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ഈ കേസ് ഉണ്ടാകുന്നതുവരെ ചെയ്തിട്ടില്ല എന്നതുകൂടി കാണാം. അപ്പോൾ പോകുന്ന ഇടങ്ങളിലെല്ലാം പുതുയുഗ യാത്രയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചത് ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, റീൽസുകൾ എന്നിവയെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതുകൂടാതെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും ഒത്തുള്ള റീൽസും അതുപോലെ ചിത്രങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്വകാര്യ സന്ദർശനം നടത്താൻ കഴിയും വിധമുള്ള അടുപ്പം പുലർത്തുന്നവരായിരുന്നു എന്നതാണ് അവിടുത്തെ പ്രാദേശികമായി ഇവരെ അറിയുന്ന ആളുകളൊക്കെ തന്നെ പറയുന്ന കാര്യം. പല അവകാശവാദങ്ങളും ഇയാൾ നടത്തിയിരുന്നതായും ആളുകൾ പറയുന്നുണ്ട്. അതായത് സ്റ്റാഫിലേക്ക് ഉടൻ ആക്സസ് ലഭ്യമാകും, അല്ലെങ്കിൽ നിയമനം ലഭ്യമാകുമെന്ന് തുടങ്ങിയുള്ള പല അവകാശവാദങ്ങളും ഇയാൾ മുന്നോട്ട് വച്ചിരുന്നതായും കാണാം. അങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അതിനെ നിഷേധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരം സാധ്യതകളെ ഇവർ മറയാക്കിയിട്ടുണ്ടോ? ഇത്തരം അധികാര കേന്ദ്രങ്ങളുമായുള്ള ആക്സസ് മറയാക്കിയിട്ടുണ്ടോ എന്ന സുപ്രധാനമായ ചോദ്യമുണ്ട്. അത് അന്വേഷിക്കണം എന്നതാണ് ഇപ്പോൾ CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അടക്കം നമ്മളോട് പ്രതികരിച്ച് ഇടത് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ ഈ ഇടങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലേക്കെല്ലാം ആക്സസ് ഉള്ള, പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചുമതലകൾ വഹിക്കുന്ന ആൾ എന്ന നിലയിൽ ഈ ഇടങ്ങളിലേക്കെല്ലാം പോകുന്ന ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ മറയാക്കിയിട്ടുണ്ടോ എന്ന രാഷ്ട്രീയ വിമർശനം പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കും എറണാകുളം DCC അധ്യക്ഷനും ഒന്നും ഇയാളുമായുള്ള അടുപ്പം, അതായത് ഹുസൈനുമായുള്ള അടുപ്പം ഒരു തരത്തിലും നിരാകരിക്കാൻ കഴിയില്ല. കാരണം ശബ്ദിക്കുന്ന
തെളിവുകളാണ്. കാരണം വീട്ടിൽ സന്ദർശനം നടത്തുന്നെങ്കിൽ ആ വ്യക്തിയെ അറിയണം. അയാളുടെ വീട്ടിലേക്ക് മാത്രമായി വരുന്ന സ്വകാര്യ സന്ദർശനം നടത്തി സംഭാഷണം നടത്തി തിരികെ പോകണമെങ്കിൽ, കുശലം പറഞ്ഞ് തിരികെ പോകണമെങ്കിൽ വ്യക്തിപരമായ അടുപ്പവും പരിചയവും ഉണ്ടാകണം. അപ്പോൾ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന ഇയാളുടെ അവകാശവാദം ഈ സമയം വരെ നിഷേധിച്ചിട്ടുണ്ടോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സഞ്ചരിച്ച് റീൽസ് ചിത്രീകരിച്ച് പങ്കുവെക്കണമെങ്കിൽ അത് നല്ല എഫേർട്ടും ചിലവും ഒക്കെ ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. മറ്റൊന്ന്, പെരുമ്പാവൂരിൽ തൊട്ടടുത്തുള്ള വെങ്ങോല പഞ്ചായത്തിലെ വലിയകുളം എന്ന സ്ഥലത്താണ് ഹുസൈന്റെ വീട്. ഈ കേസിലെ മറ്റ് പ്രതികളും ഇതേ സ്ഥലത്ത് തന്നെയുള്ള ആളുകളാണ്. അത് പൂമല വാർഡിനോട് ചേർന്ന പ്രദേശമാണ്. അപ്പോൾ ഈ പൂമലയിൽ വലിയ കുളത്ത് അവിടെയൊക്കെ കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിച്ച്, അതൊരു ഗ്രാമപ്രദേശമാണ് എന്ന് വെച്ചാൽ പെരുമ്പാവൂർ നഗരത്തിൽ നിന്ന് കുറച്ചകത്തേക്ക് പോകുമ്പോഴുള്ള സ്ഥലമാണ് വെങ്ങോലയിൽ നിന്ന് പിന്നെയും പോകുമ്പോഴാണ് വലിയ കുളത്ത് എത്തുക. അതൊരു സാധാരണ സ്ഥലമാണ്. വലിയകുളം ഒരു പ്രാദേശിക സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുകയും പിന്നീട് അങ്ങോട്ടേക്ക് പെരുമ്പാവൂരിലേക്ക് അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് എന്ന് വെച്ചാൽ നിയമസഭയ്ക്കകത്ത് വരെ ഇവരുടെ സാന്നിധ്യം എല്ലായിടങ്ങളിലും ഉണ്ടാകുന്നു. അതിന് ദൃശ്യങ്ങൾ കൃത്യമായി തെളിവാണ്. എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഏതൊക്കെ സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ പിന്നീട് മുഖ്യമന്ത്രി ആയിരിക്കെ എവിടെയെല്ലാം സാന്നിധ്യമുണ്ട് എന്ന് പരിശോധിച്ചാൽ അത്രയൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധം